ഖുർആൻ പറഞ്ഞ കഥകൾ 117 ഭാഗം. ഫറോവയുടെ ഭീഷണി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂസാ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടുമുള്ള സംവാദത്തിൽ ഫിർഔന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇവരുമായുള്ള സംവാദത്തിൽ വിജയകരമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായപ്പോൾ ആദ്യം ഫിർഔൻ പരിഹാസത്തിന്റെ സ്വരം പുറത്തെടുത്തു. ഖാല ഇന്ന റസൂലക്കുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ. നിങ്ങളിലേക്ക് നിയോഗിതനായി എന്ന് പറയപ്പെടുന്ന ഈ ദൈവദൂതൻ തനി ഭ്രാന്തനാണ്. കണ്ടില്ലേ അവൻ സംസാരിക്കുന്നത്? തലക്ക് വട്ടുപിടിച്ചവനെ പോലെയാണ് അവൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കി. ആളുകൾ ചിരിച്ചു, പരിഹസിച്ചു. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം പരിഭ്രാന്തനായില്ല. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും വളരെ ശാന്തമായി ഫിർഔനോടും ഫിർഔന്റെ കൊട്ടാരത്തിലെ പ്രമാണിമാരോടും സംവദിച്ചു. തന്റെ പരിഹാസം മൂസാ നബി അലൈഹിസ്സലാമിനെ തളർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഫിർഔൻ സ്വരം മാറ്റി. പിന്നീട് ഭീഷണിയുടെ സ്വരത്തിലായി സംസാരം. ഖാല ലഇൻ ഇത്തഖൽത ഇലാഹൻ ഗൈരി ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ. സൂറത്ത് ശുആറാ 29-ാമത്തെ ആയത്ത്. എന്നെ നീ അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഞാനല്ലാതെ ഒരു ദൈവത്തെ നീ സ്വീകരിക്കുകയാണെങ്കിൽ, മൂസ, തീർച്ചയായും ഞാൻ നിന്നെ ജയിലിലടക്കും, നിനക്ക് ജയിലിൽ പോകേണ്ടി വരും എന്ന ഭീഷണിയാണ് പിന്നീട് ഫിർഔൻ മുഴക്കിയത്. പക്ഷേ മൂസാ നബിക്കും ഹാറൂൻ നബിക്കും യാതൊരു കൂസലുമില്ല, യാതൊരു പേടിയുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ബി ആയാതിനാ അൻതുമാ വമനിത്തബഅകുമാ അൽ ഗാലിബൂൻ. എന്റെ തെളിവ് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ പിൻപറ്റിയവരും വിജയിക്കുന്നവരായിരിക്കും എന്ന് അല്ലാഹു അവരോട് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ ഒരു കാരണവശാലും തങ്ങളുടെ ദൗത്യം പരാജയപ്പെടുകയില്ല എന്ന പൂർണ്ണ വിശ്വാസത്തിൽ യാതൊരു ഭയപ്പാടുമില്ലാതെ അവർ വീണ്ടും ഫിർഔനോട് സംസാരിക്കാൻ ആരംഭിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ഒരു കൂസലുമില്ലാതെ ഫിർഔനോട് ചോദിച്ചു, ഖാല അവലൗ ജിഅ്തുക ബിശൈഇൻ മുബീൻ. ഏ ഫിർഔൻ, വളരെ വ്യക്തമായ ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയാലോ? നിങ്ങൾക്കെല്ലാവർക്കും വിശ്വസിക്കാവുന്ന കൺവിൻസിംഗ് ആയ ഒരു തെളിവ് ഞാൻ കൊണ്ടുവന്നാലോ? ഫിർഔൻ പറഞ്ഞു, ഖാല ഫഅതി ബിഹി ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. ശരി, നീ പറയുന്നത് സത്യമാണെങ്കിൽ കൊണ്ടുവരടോ. വർത്തമാനം പറഞ്ഞു നിൽക്കാതെ ഫഅതി ബിഹി ഇൻ കുൻത മിനസ് സ്വാദിഖീൻ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നീ നിന്റെ അടുത്തുള്ള തെളിവ് ഹാജരാക്ക്. നീ പ്രവാചകനാണ് എന്നതിന് എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത്? നീ ഞങ്ങളുടെ മുമ്പിൽ പരിഹാസ്യനാണ്. ഇത്തരത്തിലുള്ള വാദങ്ങൾ നീ അവതരിപ്പിക്കുകയാണെങ്കിൽ നിന്നെ ജയിലിലടക്കും. നീ ഇപ്പോൾ വലിയ തെളിവുണ്ട് എന്ന് പറയുന്നു, കൊണ്ടുവരടോ നിന്റെ തെളിവ്. അപ്പോൾ ഫഅൽഖാ അസാഹു ഫഇദാ ഹിയ സുഅ്ബാനും മുബീൻ. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടി അവിടെ നിലത്തിട്ടു. ഉടനെ അത് ശരിക്കും ഒരു പാമ്പായി മാറുന്നു. എല്ലാവർക്കും കാണാവുന്ന തരത്തിലുള്ള ഒരു ഉഗ്രൻ പാമ്പ്, ഒരു ഉഗ്രൻ സർപ്പം. വനസഅ യദഹു ഫഇദാ ഹിയ ബൈളാഉ ലിന്നാളിരീൻ.
മൂസാ നബി അലൈഹിസ്സലാം തന്റെ കൈ കക്ഷത്ത് നിന്ന് പുറത്തെടുത്തപ്പോൾ അതാ നോക്കുന്ന എല്ലാവർക്കും, കാണികൾക്കെല്ലാം കാണാവുന്ന രൂപത്തിൽ അതാ അത് വെട്ടിത്തിളങ്ങുന്നു. വെളുത്ത നിറത്തിൽ നല്ല ശോഭയോടുകൂടി തന്റെ കൈ വെട്ടിത്തിളങ്ങുന്നു. ഈ രണ്ട് തെളിവും മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന് മുമ്പിലും ഫിർഔനിന്റെ പ്രമാണിമാർക്ക് മുമ്പിലും സമർപ്പിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനെ പേടിപ്പിച്ചിട്ട് പേടിക്കുന്നില്ല. പകരം ആളുകളെ ഭയചകിതരാക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് മൂസാ നബി അലൈഹിസ്സലാം പുറത്തെടുക്കുന്നത്. ഇനിയും വൈകിയാൽ ഈ ആളുകളൊക്കെ മൂസാ നബിയിൽ വിശ്വസിച്ചു പോകുമോ എന്ന് ഫറോവ പേടിച്ചു. അതുകൊണ്ട് ഫിർഔൻ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. മൂസാ നബി പേടിക്കുന്നില്ല, ഹാറൂൻ നബി പേടിക്കുന്നില്ല അലൈഹിമസ്സലാം. എന്നാൽ അവരെക്കുറിച്ച് സമൂഹത്തെ പേടിപ്പിക്കാം. അതായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത തന്ത്രം. ഖാല ലിൽ മലഇ ഹൗലഹു, അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള പ്രമാണിമാരോട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഇവൻ നല്ല പഠിച്ച മാജിക്കുകാരനാണ്, മജീഷ്യനാണ്. ഇവൻ നന്നായി അഭ്യസിച്ച ജാലവിദ്യക്കാരനാണ്. എന്നിട്ട് അവർക്ക് ഒന്നുകൂടി വിശ്വാസം വരാൻ വേണ്ടി അടുത്ത നമ്പറും പുറത്തെടുത്തു. ഫിർഔൻ പറഞ്ഞു, യുരീദു അൻ യുഖ്രിജകും മിൻ അർളികും ബിസിഹ്രിഹി ഫമാദാ തഅ്മുറൂൻ, അവന്റെ ഈ അതിവിദഗ്ധമായ ജാലവിദ്യയിലൂടെ, ഈ മാജിക്കിലൂടെ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. യുരീദു അൻ യുഖ്രിജകും മിൻ അർളികും ബിസിഹ്രി, അവന്റെ ഈ ജാലവിദ്യ കൊണ്ട് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് അവൻ വന്നിട്ടുള്ളത്. ഫമാദാ തഅ്മുറൂൻ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? ഇവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവാചകനൊന്നുമല്ല. ഇവൻ ഈ നാട് പിടിച്ചടക്കാൻ വന്നതാണ്. ഇവൻ അധികാരമോഹിയാണ്. നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന്, വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് ഇവന്റെ തന്ത്രം. അങ്ങനെ കള്ളങ്ങളൊക്കെ പ്രചരിപ്പിച്ച് ചുറ്റുമുള്ള പ്രമാണിമാരെ ഇളക്കിവിടാനാണ് ഈ സന്ദർഭത്തിൽ ഫിർഔൻ പരിശ്രമിക്കുന്നത്. സൂറത്തു താഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് അറൈനാഹു ആയാതിനാ കുല്ലഹാ ഫകദ്ദബ വഅബാ, എല്ലാ തെളിവുകളും, നമ്മുടെ എല്ലാ ദൃഷ്ടാന്തങ്ങളും അവന്റെ മുമ്പിൽ നാം കാണിച്ചു കൊടുത്തു, സമർപ്പിച്ചു. ഫകദ്ദബ വഅബാ, ആ സന്ദർഭത്തിൽ അവൻ അതൊക്കെ നിഷേധിക്കുകയും ധിക്കാരിയും അഹങ്കാരിയായി മാറുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും ബനൂ ഇസ്രായേലിനെ തങ്ങളുടെ കൂടെ വിടണമെന്ന് പറഞ്ഞപ്പോഴും ഫിർഔനിന്റെ അധികാര കസേര വിറക്കാൻ തുടങ്ങി. കാരണം ഇത് തന്റെ അധികാര കസേരക്ക് നേരെയുള്ള ഒരു വലിയ ഭീഷണിയാണ് എന്ന് ഫിർഔൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫിർഔൻ ചോദിക്കുന്നത്, ഖാല അജിഅ്തനാ ലിതുഖ്രിജനാ മിൻ അർളിനാ ബിസിഹ്രിക യാ മൂസ, ഏ മൂസേ, നീ നിന്റെ ജാലവിദ്യ കൊണ്ട്, നിന്റെ മാജിക് കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണോ നീ വന്നിട്ടുള്ളത്? അപ്പോൾ തങ്ങൾക്ക് ഈ നാട് വിടേണ്ടി വരുമെന്നും മൂസയുടെയും ഹാറൂന്റെയും അലൈഹിമസ്സലാം അവരുടെ ഈ പ്രബോധനം ഇവിടെ വിജയിക്കുകയാണെങ്കിൽ ബനൂ ഇസ്രായേല്യർക്ക് മേൽക്കോയ്മ വരുമെന്നും തങ്ങളുടെ ഈ നാട് അവർക്ക് കീഴ്പ്പെടുമെന്നുമൊക്കെയുള്ള ഒരു ഭീതി, ഒരു പേടി ഫിർഔനുണ്ടായി. ആ ഭീതിയും പേടിയും തന്റെ ചുറ്റുമുള്ള പ്രമാണിമാരിലേക്ക് പകർത്താൻ, അവരിലേക്ക് കൂടി പ്രസരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അങ്ങനെ മൂസാ നബിയോട് അദ്ദേഹം ചോദിക്കുന്നു, അല്ല മൂസ, നീ ഞങ്ങളെ പുറത്താക്കാനാണോ വന്നിട്ടുള്ളത്? നീ ഇങ്ങനെ പല മാജിക്കും കാണിച്ച്, പല അത്ഭുത കൃത്യങ്ങളും കാണിച്ച് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണോ ആഗ്രഹിക്കുന്നത്?
സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫലമ്മാ ജാഅഹും മൂസ ബിആയാതിനാ ബയ്യിനാത്തിൻ, വളരെ വ്യക്തമായ നമ്മുടെ അടയാളങ്ങളുമായി മൂസ അവരുടെ അടുത്തെത്തി. ഖാലൂ മാ ഹാദാ ഇല്ലാ സിഹ്റുൻ മുഫ്തറ, അവര് പറഞ്ഞു ഇതൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ചില ജാലവിദ്യകളാണ്. വമാ സമിഅനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ, ഞങ്ങളുടെ പൂർവ്വപിതാക്കളിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു വർത്തമാനം കേട്ടിട്ടേയില്ല, കണ്ടിട്ടേയില്ല. ഇതെന്ത് വർത്തമാനമാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന അത്ഭുതം അത് നിങ്ങൾ പ്രവാചകന്മാരാണ് എന്നതിന് തെളിവൊന്നുമല്ല. ഇതൊക്കെ വളരെ വ്യക്തമായ ജാലവിദ്യയാണ്. അതിലൊന്നും നിങ്ങൾ ഞങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കേണ്ടതില്ല. ഇതായിരുന്നു അവരുടെ മറുപടി. വഖാല മൂസ റബ്ബി അഅലമു ബിമൻ ജാഅ ബിൽ ഹുദാ മിൻ ഇൻദി വമൻ തകൂനു ലഹു ആഖിബത്തുദ് ദാർ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. മൂസ നബി അലൈഹിസ്സലാം അവരോട് മറുപടി പറഞ്ഞു, എന്റെ നാഥന് അള്ളാഹുവിന് ശരിക്കറിയാം അവന്റെ അടുത്തുനിന്ന് ആരാണ് സന്മാർഗവുമായി വന്നിട്ടുള്ളത് എന്ന് അള്ളാഹുവിന് ശരിക്കറിയാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആരാണ് അവന്റെ ദൂതന്മാർ എന്ന് അള്ളാഹുവിന് വളരെ നന്നായി അറിയാം. ആർക്കാണ് ഈ ലോകത്തിന്റെ അന്ത്യത്തിൽ ആർക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ വന്ന് ഭവിക്കുക എന്നും അള്ളാഹുവിനറിയാം. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, തീർച്ചയായും അതിക്രമകാരികൾ, ധിക്കാരികൾ ഒരിക്കലും ജയിക്കുകയില്ല, വിജയിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോൾ ഫിർഔൻ പിന്നെയും തന്റെ പ്രമാണിമാരെ തട്ടിയുണർത്തി. അല്ല, നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? വഖാല ഫിർഔനു യാ അയ്യുഹൽ മലഅ്, ഫിർഔൻ പറഞ്ഞു, അല്ലയോ പ്രമാണിമാരെ, പട്ടാള ഓഫീസർമാരെ, നേതാക്കന്മാരെ, മന്ത്രിമാരെ, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്ക് ഒരു ഇലാഹ് വേറുണ്ടോ? ഞാനല്ലേ നിങ്ങളുടെ എല്ലാം, ഞാനല്ലേ നിങ്ങളുടെ കൺകണ്ട ദൈവം. എന്നെയല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടോ? ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും തമ്പുരാനുണ്ടോ? എന്റെ കൽപ്പനകളല്ലേ നിങ്ങൾ അംഗീകരിക്കുന്നതും അംഗീകരിക്കേണ്ടതും? ഇതായിരുന്നു ഫിർഔന്റെ തന്റെ പ്രമാണിമാരോടുള്ള ചോദ്യം, ശിങ്കിളികളോടുള്ള ചോദ്യം, ആശ്രിതരോടുള്ള ചോദ്യം. സ്വാഭാവികമായും ആ ചോദ്യത്തിന്റെ മറുപടി അതേ അങ്ങുന്നേ, തമ്പുരാനെ അങ്ങ് മാത്രമാണ് യഥാർത്ഥ തമ്പുരാൻ എന്നൊക്കെ തന്നെയായിരിക്കുമെന്ന് നമുക്കറിയാം. കാരണം കൊട്ടാര സേവകർ അങ്ങനെയാണ്. അവർ തമ്പുരാനായ, അവർ അവിടുത്തെ ഭരണാധികാരികളായി മനസ്സിലാക്കുന്ന, തമ്പുരാനായി മനസ്സിലാക്കുന്ന ആ രാജാവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് കളിയാക്കിക്കൊണ്ട് ഫിർഔൻ പറയുന്നു, ഫഔഖിദ് ലീ യാ ഹാമാനു അലത്തീൻ ഫജ്അൽ ലീ സർഹൻ ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ വഇന്നീ ലഅളുന്നുഹു മിനൽ കാദിബീൻ. വീണ്ടും പരിഹാസം ഫിർഔൻ തുടരുകയാണ്. ഹാമാനെ, എനിക്ക് വേണ്ടി നല്ല കളിമണ്ണൊക്കെ ചുട്ട് ആ ചുടു ഇഷ്ടികക്കട്ടകൾ കൊണ്ട് വലിയ ഒരു ഗോപുരമുണ്ടാക്ക്, ഒരു ടവർ ഉണ്ടാക്ക്. എന്നിട്ട് ഞാൻ ആ ടവറിന്റെ മുകളിൽ കയറിയിട്ട് ദൈവത്തെ ഒന്ന് എത്തി നോക്കട്ടെ. ഉറപ്പായും ഇന്നീല അലുന്നുഹു മിനൽ കാദിബീൻ. എത്ര സമർത്ഥമായിട്ടാണ് ഫിർഔൻ കാര്യങ്ങളെ വളച്ചൊടിക്കുകയും മൂസാ നബിയെ പരിഹസിക്കുകയും ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇവൻ കള്ളമാണ് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ബലമായ സംശയം ഇവൻ നുണ പറയുകയാണ് എന്നാണ്. എന്തായിരുന്നാലും നമുക്കൊന്ന് പരിശോധിച്ച് കളയാം. ഹാമാനെ, നീ പെട്ടെന്ന് തന്നെ ഇഷ്ടിക വെച്ചുകൊണ്ട് വലിയൊരു ഗോപുരം ഉണ്ടാക്കാൻ പറ. എന്നിട്ട് ആ ഗോപുരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇവൻ പറയുന്നത് പോലെ വല്ല തമ്പുരാനും ആകാശ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ.
ഞാനല്ലേ നിങ്ങളുടെ തമ്പുരാൻ, ഞാനല്ലാതെ വേറെ ഏതെങ്കിലും തമ്പുരാൻ ഉള്ളതായി നിങ്ങൾക്കറിയുമോ? ഇതായിരുന്നു ഫിർഔനിന്റെ പരിഹാസം. അപ്പോ ഭീഷണി, പരിഹാസം, പിന്നെയും ഭീഷണി, പരിഹാസം, ഇങ്ങനെ സംഭാഷണം, സംവാദം തുടരുകയാണ്. എന്നിട്ട് അദ്ദേഹം പിന്നീട് തന്റെ അനുയായികളെ, ഫിർഔനെ സംബന്ധിച്ചിടത്തോളം ഫിർഔനാണ് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് മുമ്പിൽ, പ്രമാണിമാർക്ക് മുമ്പിൽ ഏറ്റവും വലിയ ദൈവം. പക്ഷേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഞാനാണ് എന്ന വാദമൊന്നും ഫിർഔനില്ല. ഞാനാണിപ്പോൾ നിങ്ങളുടെ കൺകണ്ട ദൈവം, ഞാൻ പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇതാണ് ഫിർഔന്റെ വാദം. ഫിർഔൻ വേറെയും ഇലാഹിനെ, അല്ലെങ്കിൽ ഫിർഔന്റെ മുകളിൽ ഇലാഹിനെ അംഗീകരിച്ചിരുന്നു എന്ന് ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും. സൂറത്തുൽ അറാഫിൽ കാണാം. വഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔന അതദറു മൂസ വഖൗമഹു ലിയുഫ്സിദു ഫിൽ അർളി വയദറക വആലിഹതക. സൂറത്തുൽ അറാഫ് 127-ാമത്തെ ആയത്ത്. പ്രമാണിമാർ ഫിർഔനോട് പറഞ്ഞത്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ അങ്ങയെയും അങ്ങയുടെ ദൈവങ്ങളെയും തള്ളിപ്പറയാൻ മൂസയെ വെറുതെ വിടുകയാണോ? മൂസയും അവന്റെ ആൾക്കാരെയും അങ്ങനെ വിട്ടേക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫിർഔന് മുകളിലും ഒരു ദൈവമുണ്ട്. പക്ഷെ ഫിർഔനോട് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഞാനാണ് ദൈവം, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അതല്ലേ ശരിയല്ലേ എന്നൊക്കെയാണ് ഫിർഔനിന്റെ ചോദ്യവും വാദവും. തന്റെ അധികാരത്തിന് ഇളക്കം തട്ടും എന്നായപ്പോൾ ഫിർഔൻ പ്രമാണിമാരെ കൂട്ടുപിടിക്കുകയാണ്. പിന്നീട് ജനങ്ങളെയും കൂട്ടുപിടിക്കുന്നുണ്ട്. ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുകുമുൽ അഅല ഫഅഖദഹു അല്ലാഹു നകാലൽ ആഖിറതി വൽ ഊല. സൂറത്തുൻ നാസിയാത്തിൽ കാണാം. അങ്ങനെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം വിളംബരം ചെയ്തു, പ്രഖ്യാപിച്ചു, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ നാഥൻ, തമ്പുരാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടി ഇഹലോകത്തെയും പരലോകത്തെയും ശിക്ഷക്കിരയാക്കാൻ വേണ്ടി. സൂറത്ത് ഗാഫിറിൽ കാണാം, വഖാല ഫിർഔനു ദറൂനി അഖ്തുലു മൂസ, എന്നെ വിടൂ, ഞാൻ മൂസയെ കൊല്ലാൻ പോവുകയാണ്. അവസാനത്തെ ഭീഷണി, അവസാനത്തെ നമ്പർ, ഞാൻ ഇതാ മൂസയെ കൊല്ലാൻ പോവുകയാണ്. വഖാല ഫിർഔനു ദറൂനി അഖ്തുലു മൂസ വൽയദ്ഉ റബ്ബഹ്, അവൻ അവന്റെ നാഥനോടൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും, നിങ്ങളുടെ ദീൻ അട്ടിമറിക്കാൻ വന്ന അട്ടിമറിക്കാരനാണവൻ, ഭീകരവാദിയാണവൻ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. ഔ അൻ യുൽഹിറ ഫിൽ അർളിൽ ഫസാദ്, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ, കുഴപ്പം കുത്തിപ്പൊക്കാൻ വന്നവനാണ് എന്നും ഞാൻ സംശയിക്കുന്നുണ്ട്. വഖാല മൂസ ഇന്നി ഉസ്തു ബിറബ്ബി വറബ്ബക്കും മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്, പരലോകത്തിൽ വിശ്വസിക്കാത്ത, വിചാരണ നാളിൽ വിശ്വസിക്കാത്ത എല്ലാ ധിക്കാരികളിൽ നിന്നും അഹങ്കാരികളിൽ നിന്നും എന്റെ നാഥനിൽ ഞാൻ ശരണം തേടുന്നു എന്ന് മൂസാ നബി മറുപടിയും പറഞ്ഞു. അപ്പൊ അവസാനം മൂസാ നബിയെ കൊല്ലും എന്നുവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ ആദ്യം പരിഹാസം, പിന്നെ ഭീഷണി. ഇതാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ നടത്തിയ സംഭാഷണത്തിന്റെ രീതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.